മകരജ്യോതി ദർശനത്തിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ ശബരിമലയിൽ തീർത്ഥാടക പ്രവാഹമാണ്. മരക്കൂട്ടം വരെ വരി നീണ്ടിരിക്കുന്നു. തിരുവാഭരണ ഘോഷയാത്ര നാളെ വൈകുന്നേരത്തോടെ സന്നിധാനത്തേക്ക് എത്തും. ശ്രീകാന്ത് സന്നിധാനത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീകാന്ത്, തീർത്ഥാടകരുടെ തിരക്ക് എങ്ങനെയുണ്ട്? സുഗമമായ ദർശനം ഒരുക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ അതൊക്കെ പരാതികളില്ലാതെ പൂർത്തിയാക്കാൻ കഴിയുന്നുണ്ടോ ശ്രീകാന്ത്? മകരജ്യോതി ദർശനത്തിന് ഇനി ഒരു ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ശബരിമലയിൽ വലിയ തീർത്ഥാടക തിരക്ക് തന്നെ അനുഭവപ്പെടുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മരക്കൂട്ടം വരെ വരി നീണ്ടിട്ടുണ്ട്. തിരുവാഭരണ ഘോഷയാത്ര നാളെ വൈകുന്നേരത്തോടെയാണ് സന്നിധാനത്തേക്ക് എത്താൻ പോകുന്നത്. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് സന്നിധാനമുള്ളത്. ശ്രീകാന്ത് സന്നിധാനത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീകാന്ത്, വിവരങ്ങൾ എന്താണ്? ക്രമീകരണങ്ങളെല്ലാം ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. തീർത്ഥാടകരുടെ തിരക്ക് എങ്ങനെയുണ്ട്? പരാതികളൊന്നുമില്ലാതെ ഈ ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയാക്കാൻ കഴിയുന്നില്ലേ ശ്രീകാന്ത്? തീർത്ഥാടകരുടെ തിരക്ക് നേരത്തെ ഉള്ളതിനെ അപേക്ഷിച്ച് വളരെ കൂടുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. ഏതാണ്ട് മരക്കൂട്ടം വരെ തീർത്ഥാടകരുടെ നീണ്ട നിര രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. സന്നിധാനത്തേക്ക് എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ തോതിൽ കൂടുതൽ വന്നിട്ടുണ്ട്. പർണശാലകൾ കെട്ടി ഈ 10 വ്യൂ പോയിന്റുകൾ തിരിച്ചിട്ടുണ്ട് നാളെ മകരജ്യോതി ദർശനത്തിനായി. അതിനുവേണ്ടി പർണശാലകൾ കെട്ടി ഈ 10 വ്യൂ പോയിന്റുകളിലും നിലവിൽ ഭക്തജനങ്ങൾ തിങ്ങിക്കൂടി തന്നെയാണ് ഉള്ളത്. ഇന്നലെ മുതൽ ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. അല്പസമയത്തിനകം തന്നെ ശ്രീകാന്തിലേക്ക് തിരികെ എത്താം എന്ന് കരുതുന്നു. മകരവിളക്ക് ദർശനത്തിനായി ഒരു ദിവസം മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ശബരിമലയിലേക്ക് തീർത്ഥാടകരുടെ പ്രവാഹമാണ്. ഓരോ മണിക്കൂറിലും തീർത്ഥാടകരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശ്രീകാന്ത് തുടരുന്നുണ്ട്. ശ്രീകാന്ത് തുടരാം. ശ്രീകാന്ത്, ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ പാണ്ടിത്താവളത്തടക്കം പർണശാലകൾ കെട്ടി ഇന്നലെ മുതൽ തന്നെ നൂറുകണക്കിന് തീർത്ഥാടകർ ഈ സന്നിധാനത്ത് തമ്പടിച്ചിട്ടുണ്ട്. അവരെല്ലാം നാളത്തെ മകരജ്യോതി ദർശനം കണ്ട് തിരുവാഭരണം ചാർത്തിയുള്ള ഭഗവാൻ ശ്രീ അയ്യപ്പൻ്റെ തിരുസ്വരൂപം കണ്ട ശേഷം മാത്രമേ ഇവിടം വിട്ട് ഈ സന്നിധാനം വിട്ട് പോവുകയുള്ളൂ. നിലവിലിപ്പോൾ നാളത്തെ ഒരു ദിവസത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. നാളെ ലാഹയിൽ നിന്നും ആരംഭിക്കുന്ന തിരുവാഭരണ ഘോഷയാത്ര വൈകുന്നേരത്തോടുകൂടി സന്നിധാനത്തെത്തും. ഈ കൊടിമരച്ചുവട്ടിൽ തിരുവാഭരണം സ്വീകരിച്ച് നേരെ സോപാനത്തേക്ക് കൊണ്ടുപോകും. അവിടെ പൊന്നമ്പലവാസന് തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന നടക്കും. ആ ദീപാരാധന കണ്ട് തൊഴാനാണ് ഇക്കണ്ട ഭക്തജന സഹസ്രം ഇവിടെ സന്നിധാനത്ത് തമ്പടിക്കുന്നത്. നാളെ രാവിലെ 2:46 പുലർച്ചെ 2:46 മകരസംക്രമ പൂജ. തുടർന്ന് ഓരോ ഘട്ടങ്ങളിലായി ഈ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായുള്ള പൂജകൾ നടക്കുകയും ചെയ്യും. വലിയ തോതിൽ ഭക്തജന തിരക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാണ്. ഒരു തരത്തിലുള്ള പ്രയാസങ്ങളും ഇല്ലാതെ ദർശനം നടത്തി മടങ്ങുന്നതിന്, മകരവിളക്ക് കണ്ട് സായുജ്യമടയുന്നതിന്, തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന കണ്ട് മടങ്ങുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഒരുക്കി. മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പായിരുന്നു. ഇനി നാളെ വൈകുന്നേരം വരെ ഈ കാത്തിരിപ്പ് തുടരും. ദീപാരാധനയ്ക്ക് ശേഷം മകരവിളക്ക് കണ്ട് സായുജ്യമടഞ്ഞ് ഭക്തലക്ഷങ്ങൾ മലയിറങ്ങും. ശരി, സന്നിധാനത്ത് നിന്ന് ശ്രീകാന്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു. തീർത്ഥാടകർക്ക് സുഗമമായ ദർശനത്തിനുള്ള എല്ലാ ക്രമീകരണങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള തിരക്ക് തന്നെ പൊതുവെ അനുഭവപ്പെടുന്നുണ്ട്. ശ്രീകാന്ത് സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.